കാലടി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. കാലടി GLP സ്കൂളിൽ വെച്ച് കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. ആദ്യമായാണ് കാലടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിക്കുന്നത്. കാലടി GLP സ്കൂളിൽ വെച്ച് കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. കുറേ പരിപാടികൾ നമ്മൾ നടത്തി. അടുത്ത വർഷവും നമ്മൾ നല്ല രീതിയിൽ നടത്തണം. തുടക്കത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും, അത് ക്ഷമിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ അന്ത്യപ്രശ്നം പറഞ്ഞ തന്നെ നമ്മളെ അംഗനവാടി ടീച്ചർമാരും ഇതൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഈ തുടക്കമല്ലേ. അതുകൊണ്ട് അധികം സമയം ഞാൻ സംസാരിക്കുന്നില്ല. കുട്ടികളുടെ പരിപാടികൾ ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കണം. ഇതിലാണ് നമ്മൾ വളർന്നു വരുന്ന കലാകാരന്മാരും കലാകാരികളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പിഞ്ചു കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് തുടക്കം കുറിച്ചുകൊണ്ട് കാലടി പഞ്ചായത്ത് അധ്യക്ഷതയും നല്ല രീതിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബൽക്കിസ് കൊറണപ്പറ്റ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസീന ഷാനൂബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ, മുൻ പ്രസിഡന്റ് അസ്ലം K തിരുത്തി, ബ്ലോക്ക് മെമ്പർ ജയശ്രീ, മെമ്പർമാരായ PG ജിൻസി, രജിത, NK അബ്ദുൽ ഗഫൂർ, സലീന, ഹെൽത്ത് ഇൻസ്പെക്ടർ മണിലാൽ, GLP സ്കൂൾ PTA പ്രസിഡന്റ് അനീഷ്, ഫർസാന എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, തവനൂർ. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്രസന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.